കിഫ്ബി പദ്ധതിയിലൂടെ കക്കാട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിന് 5 കോടിയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ്. കോടി വീതമുള്ള 7 വിദ്യാലയങ്ങൾക്കാണ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 4 വിദ്യാലയങ്ങളുടെ കാര്യം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു.
അതുപോലെ തന്നെ കോടോത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ അംബേദ്കർ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പണി പൂർത്തീകരിച്ചു. എന്നാൽ ഉദ്ഘാടനത്തിനുള്ള തീയതി ഒന്നും നിശ്ചയിച്ചിട്ടില്ല. അതിൻ്റെ പുറത്ത് ഏറെക്കുറെ തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പരപ്പയിൽ ഒരു വിദ്യാലയത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പ്രവൃത്തി ഈ കോടോത്തിനോടൊപ്പം ഒരേ ദിവസമാണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അതിന് രണ്ടിനും തറക്കല്ലിട്ടത്. അപ്പം നേരത്തെ 4 ചെയ്തു, 5ാമത്തെ ഒന്ന് 21-ാം തീയതി ചെയ്യാൻ പോകുന്നു, 6ാമത്തെ ഒന്ന് പണി പൂർത്തിയാകുന്നു, അവസാന ഇണക്കുപണികളിലാണ്. 7ാമത്തെ ഒന്നിൻ്റെ കാര്യത്തിലാണ് ഈ പറയുന്ന വീണ്ടും എഗ്രിമെൻ്റ് വെച്ച് പ്രവൃത്തി. ഒരിക്കൽ ഒരു ടെൻഡർ നടപടി എഗ്രിമെൻ്റ് വെച്ച കരാറുകാരൻ കാണിച്ച അനാസ്ഥയെ തുടർന്ന് അവിടെ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ഒഴിവാക്കി പുതിയ ടെൻഡറും നടപടിയുമെല്ലാമായി ചെയ്ത് ഈ നടപടികളിലേക്ക് എത്തുന്നത്. അതാണ് ഇനി പരപ്പയിൽ ബാക്കിയുള്ളത്. 1 കോടി രൂപയ്ക്കുള്ള 13 വിദ്യാലയങ്ങളുടെ പ്രവൃത്തിയാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിർവഹിക്കാനുണ്ടായത്. അതിലേതാണ്ട് എല്ലാ വിദ്യാലയങ്ങളുടെ കാര്യത്തിലും ഏറെക്കുറെ ഇപ്പോൾ പണി പൂർത്തീകരിച്ചു. രാവണീശ്വരം, ബല്ല, വസ്തുർഗ്, GHSS മരക്കാപ്പ് കടപ്പുറം, GHSS മടിക്കൈ, ഈ 5 എണ്ണം 1 കോടി പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട റോഡ് കിളിയളം വരഞ്ഞൂർ റോഡാണ്. 10 കിലോമീറ്റർ പണി പൂർത്തിയായി. 28 കോടി രൂപയുടെ ആയിരുന്നു പദ്ധതി. അത് 4.20 കോടി കിളിയളം പാലം, അതിൻ്റെ പണി പുരോഗമിക്കുന്നു, പൂർത്തിയായിട്ടില്ല. പുളിക്കാൽ പാലം, ആനപ്പെട്ടി, ബാനം 3 പാലങ്ങളുടെ പ്രവൃത്തി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർവഹിച്ചിട്ടുണ്ട്. ഈ പടന്നക്കാട് മേൽപ്പാലം വെള്ളരിക്കുണ്ട് വളരെയേറെ മലയോര മേഖലയിലേക്ക് ബന്ധപ്പെടുന്ന ഏറ്റവും ചുരുങ്ങിയ ദൂരം കൊണ്ട് അളവിൽ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണ്. ആ റോഡിൽ വരുന്ന 3 പാലങ്ങളാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. ആ 3 പുളിക്കാൽ പാലം പണി പൂർത്തിയായി. ആനപ്പെട്ടി പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു, പുരോഗമിക്കുന്നു. ബാനം കൂടി അടുത്തതായി പൂർത്തീകരിക്കാനുള്ള അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ നമ്മുടെ TS തിരുമുമ്പിൻ്റെ പേരിലുള്ള ഒരു സ്മാരകം 42 കോടി രൂപയുടേത് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് മടിക്കൈ പഞ്ചായത്ത്. നീലേശ്വരം എടത്തോട് റോഡ് 42.10 കോടി ഉറപ്പുടേതാണ്. ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയെല്ലാം പൂർത്തിയായി. അതിൻ്റെ നടപടികളുമായി അത് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്താൻ പുതിയ ആളിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഉള്ളത്. വസ്തുർഗ പാണത്തൂർ റോഡ്, ആ വസ്തുർഗ പാണത്തൂർ റോഡിൽ ഊടുങ്കല്ല് ചിറങ്കടവ് ആ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 59.94 കോടി രൂപയുടേതാണ്. കരാറുകാരൻ കാലാവധി നീട്ടിക്കൊടുത്തിട്ടും പണി പൂർത്തിയാകാതെ വീണ്ടും അദ്ദേഹത്തിന് സമയം കൊടുത്തു. ആ സമയത്തും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതിയ സ്പെഷ്യൽ സാങ്ഷന് സർക്കാരിലേക്ക് പോയിരിക്കുകയാണ് കിഫ്ബിയുടെ അനുമതിയോടെ. അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി കൂടി ഉണ്ടായാലേ അതിൻ്റെ തുടർന്ന് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ. അതിനുവേണ്ടി നേരിട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ആവശ്യമായ എല്ലാ തരത്തിലുള്ള നിവേദനങ്ങളും നടത്തി
പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലടക്കം സംസാരിച്ച് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇപ്പോൾ അനുമതി കിട്ടി പണി പൂർത്തീകരിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ വന്നാൽ ഈ പറയുന്ന വേനൽക്കാലത്തെങ്കിലും അതിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള നടപടി ഉണ്ടായാലായി എന്നതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഹിൽ ഹൈവേ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കോളിച്ചാൽ എടപ്പറമ്പ് ആ ഭാഗം പൂർത്തീകരിച്ചു. പിന്നെ കോളിച്ചാൽ മരുതോം പ്രദേശത്തെ ആ റോഡിൽ വനം വകുപ്പിൻ്റെ ഭൂമിയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഏരിയ അതിൽ വരുന്നു എന്നതുകൊണ്ട് അവിടെ പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള അനുമതിക്ക് വേണ്ടി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ULCC ആണ് ഈ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. അവർ നിശ്ചിത സമയത്ത് അവരുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ശ്രമം ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർ തുടർന്ന് മുമ്പോട്ട് പോയി. അവർ ഈ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് ജില്ലാ അതിർത്തി വരെ അങ്ങോട്ടുള്ള പ്രവൃത്തിയായി മുന്നോട്ട് പോയി. അങ്ങനെ പോയ സാഹചര്യത്തിൽ ഒഴിവാക്കപ്പെട്ട് നിർത്തിയ ഈ പ്രദേശത്തെ പ്രവൃത്തി പുനരാരംഭിക്കണമെങ്കിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാകണമെന്നും ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടായാൽ മാത്രമേ ഈ വർക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയൂ എന്നുള്ള സ്ഥിതിയിൽ അവരവരെ അഭിപ്രായമാണ് മുന്നോട്ട് വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്ബിക്ക് വെച്ചിട്ടുണ്ട്. കിഫ്ബി അതിന് അനുമതി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അതിൻ്റെ ബഹുമാനപ്പെട്ട കിഫ്ബിയുടെ CEO ആയിട്ടുള്ള നമ്മുടെ ശ്രീമാൻ KM അബ്രഹാം അദ്ദേഹത്തെ നേരിൽ കണ്ട് ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു. ഈ മരുതോം എന്ന് പറയുന്ന പ്രദേശത്തെ ഏതാണ്ട് ആവശ്യമായ പ്രദേശങ്ങളിൽ യാത്രാ സൗകര്യം പോലും നല്ല റോഡ് മലയോര ഹൈവേക്ക് ഉണ്ടായിട്ടും യാത്രാ സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ അവിടെ അത്യാവശ്യമായി യാത്രയ്ക്ക് വേണ്ടുന്ന സൗകര്യമൊരുക്കാൻ നമ്മുടെ കോൺക്രീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് അനുവദിച്ചാൽ ആ കാര്യം കൂടി നിർവഹിച്ച് തുടർന്ന് പണി പൂർത്തീകരിക്കാനുള്ള ശ്രമമുണ്ട് എന്നതാണ്. അതുപോലെ മറ്റൊന്നാണ് തീരദേശ ഹൈവേ. അത് കല്ലിട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അലൈൻമെൻറ്റ് സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ വിശദാംശങ്ങൾ എന്ന രീതിയിൽ ഇപ്പോൾ തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ 1-2 തവണ യോഗങ്ങൾ ജില്ലാ കലക്ടർ സാന്നിധ്യമടക്കം ഉണ്ടായിക്കൊണ്ടുള്ള യോഗങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കുശാൽ നഗർ ROB അതിന് 37 കോടി രൂപയാണ് സർക്കാർ കിഫ്ബി അതിനനുവദിച്ചിരിക്കുന്നത്. ആ 37 കോടി രൂപ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വൈകാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആയി മുന്നോട്ട് പോകും എന്നത് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിൽ വളരെ ദീർഘകാലമായി ബാക്കി നിൽക്കുന്ന ഒരു വിഷയമാണ് പടന്നക്കാട് മേൽപ്പാലം വെള്ളരിക്കുണ്ട് റോഡ്. അത് 76 കോടി രൂപയുടെ പദ്ധതിയാണ്. ആ പറയുന്ന റോഡിൻ്റെ ഇടയിൽ വരുന്ന 3 പാലങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുളിക്കാൽ, ആനപ്പെട്ടി, ബാനം എന്നീ പാലങ്ങൾ. അതിൻ്റെ പ്രവൃത്തികൾക്ക് അനുമതി കിട്ടുകയും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പടന്നക്കാട് മേൽപ്പാലം വെള്ളരിക്കുണ്ട് റോഡിനുള്ള അനുമതി ഇപ്പോഴും അതിൻ്റെ ഭരണപരമായ അനുമതി കിട്ടേണ്ട സാഹചര്യം ബാക്കി കിടക്കുകയാണ്. നേരത്തെ ഇതൊക്കെ അനുവദിച്ചതാണ് 2017-18 കാലത്ത്, 5-8 വർഷം മുമ്പ് തന്നെ. പല കാരണങ്ങളാൽ നിൽക്കുകയാണ് ഇപ്പോഴും. അതുപോലെ കാഞ്ഞങ്ങാട് ഫ്ലൈ ഓവർ 70 കോടി രൂപയുടെ പദ്ധതിയാണ്. ആ പദ്ധതിക്ക് ആവശ്യമായ തുടർ നടപടിയും കിഫ്ബിയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടി ഇരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള അനുഭവം.
ഇതാണ് പൊതുവിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വർക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.